ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി എന്താണെന്നാണ്. നമ്മളൊരു 1 മന്ത് മുന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അത്ര ഡിഫറൻസ് നോക്കിയാൽ മതി എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്ന് വന്നത് അങ്ങനെയാണ്. തേർഡ് പാർട്ടി ആൻഡ് യുവർ പേഴ്സൺസ് കറൻറ്റ് എനർജി, എന്താണ് അവർ തമ്മിലുള്ള എനർജി, എന്താണ് അവിടെ സംഭവിക്കുന്നത്. കുറേ പേര് നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് ആയിരിക്കാം, ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഒട്ടും സംസാരിക്കുന്നുണ്ടായിരിക്കില്ല. ചിലവർ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. മേ ബി നിങ്ങളോട് തേർഡ് പാർട്ടീനെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അവരുടെ ക്യാരക്ടറിൽ കുറേ ചേഞ്ചസ് വരുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോൾ കളക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കുക, ആരും കമ്പൽ ചെയ്ത് റെസനേറ്റ് ആക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ മെസ്സേജസ് കറക്റ്റായി വരുന്നുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ ആൻഡ് ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആൻഡ് തേർഡ് പാർട്ടിയാണ്. ഒന്ന് ക്ലെൻസ് ചെയ്ത്, രണ്ടും നല്ല എനർജിയുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ട് ഓക്കെ. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ് കറക്റ്റായിട്ടുള്ള റീഡിങ്സ് കിട്ടട്ടെ. എന്താണ് തേർഡ് പാർട്ടി കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് തേർഡ് പാർട്ടി ആൻഡ് യുവർ പേഴ്സൺസ് കറൻറ്റ് എനർജി. നമുക്ക് മെമ്പർഷിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആയി മെമ്പർഷിപ്പ്. എനിക്ക് സത്യത്തിൽ ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ അത്ര അറിയില്ല. ഇപ്പോൾ പിന്നെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് സത്യത്തിൽ ചിലപ്പോൾ ലൈവൊക്കെ ചെയ്യുമ്പോഴേ ഈ ഒരു ടാരോ റീഡിങ് അറിയാത്ത കുറേ പേരൊക്കെ മീൻസ് അറിയാത്ത ആൾക്കാർ വന്നിട്ട് ചുമ്മാ നെഗറ്റീവ് കമൻറ്റ്സ്, നെഗറ്റീവ് മീൻസ് ഇങ്ങനെ അബ്യൂസീവ് കമൻറ്റ്സ് ഒക്കെ ഇട്ട് പോകാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്താണ് വേറെ ഓപ്ഷൻസ്. അപ്പോൾ അതാണ് മെമ്പർഷിപ്പ് വന്നപ്പോഴാണ് മനസ്സിലായത്. മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റത്തെ ലെവലിൽ 89 റുപ്പിയാണ് ടാരോ റീഡിങ്സ്. അപ്പോൾ അത് നിങ്ങൾ 1 മന്ത് നിങ്ങൾ 89 റുപ്പീസ് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ആക്സസ് ചെയ്യുന്ന രീതിയിൽ ലൈവൊക്കെ നിങ്ങൾക്ക് കാണാനും കൂടുതൽ ലൈവിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് മെമ്പർഷിപ്പ്. അതിനുശേഷം ലെവൽ 2 ഇതുപോലെ തന്നെ ഗൈഡൻസസും ഹീലിങ്ങിൻ്റെ കാര്യം 113 സംതിങ് റുപ്പീസാണ് ഉള്ളത്. സോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്നോട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ കോൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 1-to-1 സെഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെവൽ കാണിക്കും. ഫസ്റ്റ് 89 റുപ്പിയാണ് ലെവൽ 1 ടാരോ ഗൈഡൻസസ് ആയിരിക്കും. സെക്കൻഡ് ഒന്നുകൂടി ഹീലിങ്ങിൻ്റെ കാര്യങ്ങളും എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് ഹീൽ ചെയ്ത് തരാനൊക്കെ സാധിക്കും. അപ്പോൾ 1 മന്ത് അങ്ങനെയായിരിക്കും കേട്ടോ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വേണം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മാത്രം ലൈവൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ലൈവ് റീഡിംഗ് ഒക്കെ ചെയ്തു തരാനൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എനിക്ക് നോട്ടിഫിക്കേഷൻസ് യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്നൊന്നും കൂടി വന്നപ്പോൾ ഞാനത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അത് വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പേഴ്സൺ ആൻഡ് തേർഡ് പാർട്ടിയും തമ്മിൽ എന്താണ് അവിടെ നടക്കുന്ന ജഗപോകാൻ നോക്കാം. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്. ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ എനർജി, പിന്നത്തെ 3 കാർഡ്സ് തേർഡ് പാർട്ടി കേട്ടോ. അങ്ങനെ എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ തല തിരിഞ്ഞോ? 7 ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സായി. ഓക്കെ, സാരമില്ല. 4 ഓഫ് പെൻഡക്കിൾസ്, അവർക്ക് കുറച്ച് പോസിറ്റീവ്നെസ് നന്നായിട്ടുള്ളത് തന്നെയാണ്. യെസ്, ചാരിയറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ്. ഇനി താഴെ നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി എനർജി. തേർഡ് പാർട്ടി വേണമെങ്കിൽ മെയിൽ ആയിരിക്കാം, ഫീമെയിൽ ആയിരിക്കും. ഞാൻ എനർജി ആട്ടോ പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് കയറി വന്ന ഒരു അതിഥി. 4 ഓഫ് കപ്സ് ആണ് തേർഡ് പാർട്ടിയുടെ ആദ്യത്തെ കാർഡ്. യൂണിവേഴ്സ്, എന്താണ് നെക്സ്റ്റ് കാർഡ്? 4 ഓഫ് വാൻസ്, 10 ഓഫ് വാൻസ്. ഓക്കെ, ബോട്ടം നോക്കാം. 3 ഓഫ് കപ്സ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഇത് റീഡ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ എനർജി പറയുകയാണെങ്കിൽ ഒരു കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വയ്ക്കാം അല്ലേ. 7 ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സായി. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ മേ ബി ടോറസ് ആയിരിക്കാം, എർത്ത് സൈൻസ് ആയിരിക്കും. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആവാനാണ് ചാൻസസ് കൂടുതൽ. അതാണ് പെൻഡക്കിൾസ് ആണ് കാണുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ഹാർഡ് വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പേഴ്സൺസ്, ബിസിനസ് ഫീൽഡ്, അങ്ങനെ സ്വന്തമായിട്ട് എവിടെയും ജോലി ചെയ്ത് ആരുടെയും അണ്ടറിൽ നിൽക്കാൻ എത്ര ഇഷ്ടപ്പെടുന്ന പേഴ്സൺ അല്ല. ഇവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം, ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം. ഇവരാണെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാതെയും കുറേ കാര്യങ്ങൾ ഇവർ മനസ്സിൽ ഒതുക്കുന്നുണ്ട്. അതാണ് 4 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു അവർക്ക് കൊടുക്കാൻ അറിയില്ല, അവർക്ക് സ്നേഹം കൊടുക്കാനും അറിയില്ല. അവർക്ക് മേ ബി അത് അവർക്ക് അറിഞ്ഞിട്ടില്ല, സെൽഫ് ലവ് ഇല്ല അവർക്ക്. അപ്പോൾ എന്ത് ചോദിച്ചാൽ തരാൻ അവരുടെ കയ്യിൽ ഇല്ല. കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചാൽ തരാൻ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇല്ല.
കാരണം അവർ തന്നെ അവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് എനിക്കിതിൽ മനസ്സിലായത്. ചാരിയറ്റാണ്. കോൺടാക്റ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് വരുന്നു, ഒരു കോൾ വരുന്നു, മെസ്സേജ് വരുന്നു, ഒരു കോൺടാക്റ്റ് വരും. ചാരിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലാണ്, അത് ട്രാവൽ കാണിക്കുന്നത്. ഇത് ശരിക്കും നോക്കൂ, 747 നമ്പറാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ. 7 എന്ന് പറഞ്ഞ യൂണിവേഴ്സ്. എനിക്ക് തോന്നുന്നു ഡിവൈൻ നല്ല രീതിയിൽ അവർക്ക് ഡിവൈൻ ഇൻ്റർവെൻഷൻസ് നടത്തുന്നുണ്ട്. അവർക്ക് കുറേ ഇവർ എത്ര ഞാൻ മാറില്ല എന്ന് പിടിവാശി പിടിക്കുന്ന പേഴ്സൺസ് ആണെങ്കിൽ പോലും ഡിവൈൻ അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യെസ്, ഒരു കുക്ക് പറഞ്ഞു വന്നു കേട്ടോ, എനിക്കൊരു ഡിവൈൻ്റെ ഒരു എനർജി പോലെ ഫീൽ ചെയ്തു. യെസ്, അപ്പോൾ അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ മനസ്സിൽ അവരുടെ ഓരോ സെല്ലിലും ഈ വിഷമം, നിരാശ, പേടി അല്ലെങ്കിൽ കുറ്റബോധം നിറഞ്ഞിരിക്കുന്നതായിട്ടാണ്. അവരെന്തൊക്കെ നേടാൻ ശ്രമിച്ചാലും അവർക്കത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. അവർ കുറേ കഷ്ടപ്പെട്ടു, ലാസ്റ്റ് അവരവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അതാണ് എനിക്ക് മനസ്സിലായത്, റിവേഴ്സ് ആയത്. ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന പേഴ്സൺ പിന്നെ ഹാർഡ് വർക്കിംഗ് ചെയ്യാതെ ആവണം. കാരണം അവർക്ക് ആ ഒരു ഹോപ്പ് പോയി, ഇങ്ങനെ ഇത്രയും ചെയ്തിട്ട് എനിക്കൊന്നും നേടുന്നില്ല. കാരണം അവർ 3Dയിൽ ഓവറായിട്ട് അതിൽ ഫോക്കസ്ഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടിയുമായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ളൊരു ഇതില്ല. കാരണം 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർ ഭയങ്കര പിടിച്ചു വെക്കുകയാണ്. കാരണം അവർ ഒരു മാസ്ക് ഇട്ടിട്ട് അവരുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാതെ പുറത്തേക്ക് പോവാതെ പിടിച്ചു വെക്കുന്ന ഒരു എനർജിയാണ്. ഭയങ്കര സപ്രസ് ചെയ്യുന്നുണ്ട്. ഈ സപ്രസിൻ്റെ ഭാഗമായിട്ട് മേ ബി അവർക്ക് ഹെൽത്ത് ആയിട്ടുള്ള കണ്ടീഷൻസ് വരാൻ വളരെ ചാൻസസ് കൂടുതൽ. കാരണം നമ്മുടെ സെല്ലൊക്കെ ഭയങ്കരമായിട്ട് ഇറുകുവാണ്, ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒന്ന് റിലാക്സ് ആവാം, അവർക്ക് ഈ മൊമെൻറ്റിൽ നിന്ന് കടക്കാം, ഒന്ന് ജസ്റ്റ് ട്രിപ്പൊക്കെ പോകാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷെ അവർക്കത് അറിയുന്നുണ്ടായിരിക്കില്ല. ആൻഡ് അവർ പകരം ചെയ്യുന്ന എന്താ, 3 ഓഫ് കപ്സ് ആണ്. അവർ അഡിക്ഷനിലേക്ക് പോകുന്നു, ഡ്രിങ്ക്സ് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അവരുടെ ആ ഒരു 3 ഓഫ് കപ്സ് ചിയേഴ്സ്, സെലിബ്രേഷൻ, എന്തെങ്കിലും ഒരു പാർട്ടി കുറച്ച് കൂടുതലാകുന്നുണ്ടായിരിക്കും. കാരണം അവരുടെ ആ ഒരു പെയിൻ അവർ സപ്രസ് ചെയ്ത് വെക്കും. നമ്മൾ ഒരിക്കലും സപ്രസ് ചെയ്ത് വെക്കരുത്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പെയിൻ വരുമ്പോൾ അത് റിലീസ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് കടക്കാൻ സാധിക്കില്ല. ഇവരൊരു ലൂപ്പിലാണ്. 747 ഒരു ലൂപ്പല്ലേ നിങ്ങൾക്ക് കാണുന്നത്. ഈ 4 എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി അവർക്ക് പോയി, ബാലൻസ് ഇല്ല. അവർക്ക് അവരുടെ ഇഷ്ടവും ലോജിക്കും തമ്മിൽ ഒരു ബാലൻസ് ഇല്ലാതെ പോവുക. ചിലപ്പോൾ ലോജിക്ക് ഭാഗം വളരെ കൂടുതലും അവരുടെ മനസ്സിൻ്റെ സോളിൻ്റെ ഡിസയർ വളരെ കുറവായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ബാലൻസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഒരു ചെരുപ്പിടുമ്പം ഒരു ചെരുപ്പ് ഹീലുള്ള ചെരുപ്പും ഒരു ഫ്ലാറ്റ് ചെരുപ്പിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് കിട്ടും? ഇല്ല. രണ്ടും ഫ്ലാറ്റ്, രണ്ടും ഹീലിടുമ്പോഴാണ് എന്താ പറയുക ബാലൻസ് വരുന്നത്. പോലെയാണ് ഇവർ ഒരു ഹീലും ഒരു ഫ്ലാറ്റ് വിട്ട് പോകുന്ന പോലെ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യും. അവർ ഒട്ടും ഔട്ട് ഓഫ് ബാലൻസ്. അവരുടെ മെൻ്റലി, ഫിസിക്കലി എല്ലാ രീതിയിലും അവർക്ക് പർജിങ്സ് വരുന്നുണ്ട്. അവർക്ക് കുറേ കാര്യങ്ങളൊന്നും ക്ലാരിറ്റി കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഈ എനർജിയിൽ നിന്ന് ചാരിയറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് മേ ബി ഒരു വണ്ടി വാങ്ങുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മീൻസ് അവർ ട്രാവലിംഗ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇൻവോൾവ് ആവുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് കുറേ പാർട്ടിക്കൊക്കെ പോകുന്നുണ്ട്. കാരണം എനർജി അത്രയും അവരുടെ എനർജി ഈ ഒരു കാർഡിൽ നിന്ന് അത്ര നല്ല എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അവരത്ര ഹാപ്പി അല്ല, ഇന്നർ പീസ് അവർക്കില്ല. അവരിങ്ങനെ ആളുകളുടെ മുമ്പിൽ ഫേക്കായിട്ട് യെസ് എൻ്റെ ലൈഫ് സൂപ്പറാണ്, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ദർ ആക്ടിങ് ഡ്രാമ കിങ് എന്നൊക്കെ പറയുന്ന ടീമേരായിരിക്കാം. അവർ കുറേ പ്രിറ്റൻഡ് ചെയ്യാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ലോ എനർജിയിലാണ്. ഈ താഴെ നമുക്ക് തേർഡ് പാർട്ടിയുടെ എനർജി നോക്കാം. തേർഡ് പാർട്ടി നോക്കൂ, 4 ഓഫ് കപ്സ്. തേർഡ് പാർട്ടിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു രീതിയിലും സാറ്റിസ്ഫിക്കേഷൻസ് കിട്ടുന്നില്ല. ആദ്യമൊക്കെ ഒരു വിചാരിച്ചു ഒരു സൂപ്പർ കണക്ഷൻ ആവുന്നു, പിന്നെ അവർ ഒരുമിച്ചായപ്പോഴാണ് അവർ തമ്മിൽ എപ്പോഴും ക്വാറൽസ്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടുപേരും രണ്ട് എനർജി ആകുമ്പോൾ അത് മാച്ച് ചെയ്ത് പോകുന്നില്ല. അവർ തമ്മിൽ കോമൺ ആയിട്ടൊരു അറ്റാച്ച്മെൻറ്റ് പോലും ഇല്ല. 4 ഓഫ് കപ്സ് ആണ്. ഇതെന്താ, കുറച്ച് പേരൊക്കെ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരും ഇതുപോലൊക്കെ ഓരോ സെലിബ്രേഷനിലേക്കും, അല്ലെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടി ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു മാരേജ് വിട്ട് വേറെ ഏതെങ്കിലും ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോയാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എനർജി കാണിക്കരുത്. കാരണം ഇതും 4, 4, 10 ആണ്. 10 എന്ന് പറഞ്ഞാലും അത്രയും എക്സ്ട്രീം ആയിട്ട് ഇവർക്കും തേർഡ് പാർട്ടിക്കും ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ആ ഒരു സഫക്കേഷൻ എന്ന് പറയില്ലേ, സഫക്കേഷൻ തന്നെയാണ് ശരിക്കുള്ള വീട്. അവർ ഭയങ്കര രണ്ടുപേരും സഫക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ 2 പേരുണ്ടെങ്കിൽ പോലും അവർ തമ്മിൽ 2 ലൈഫ് ജീവിക്കുന്ന പോലെയാണ്. അവർ തമ്മിൽ പ്രത്യേകിച്ചൊരു വൺനെസ് ഇല്ല, അല്ലെങ്കിൽ തമ്മിലൊരു ആ ഒരു ഇതില്ല. 2 രീതിയിൽ ഉറങ്ങുന്നു എന്ന് പറയുന്ന, 2 റൂമിൽ ഉറങ്ങുന്നു എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ഈ ഒരു എനർജി വെച്ച് പറയാം. ഒരുമിച്ചാണെങ്കിൽ പോലും അവർ ഒരുമിച്ചല്ലാത്ത രീതി, സെപ്പറേറ്റഡ് ആയ പോലെയാണ് അവർ ജീവിക്കുന്നത്. സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയും. ഒരു
ടേം, സൈക്കോളജിക്കൽ ടേമാണ്. മീൻസ് എല്ലാ രീതിയിലും അവർ മീൻസ് പുറത്തൊക്കെ പോകുമ്പോൾ ഒരുമിച്ചൊക്കെ ആയിരിക്കും, പക്ഷെ രാത്രി ഉറങ്ങുമ്പോൾ രണ്ടുപേരും 2 റൂമിൽ ഉറങ്ങുന്നത്. ഡിവോഴ്സ് ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്ററാണ് എന്ന രീതിയിൽ, അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. 10 of Wands ഒക്കെ കാണിക്കുന്നത് അത്രയും ബർഡനായിട്ട് അവർക്കും വിചാരിച്ച രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ സാറ്റിസ്ഫിക്കേഷൻസ് കിട്ടിയതില്ല. 4 of Cups ഗ്രാറ്റിറ്റ്യൂഡ് കുറവായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളതിൽ ഹാപ്പി അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അവർക്കും രണ്ടുപേരും ഇനിയും എന്തൊക്കെയോ തേടുകയാണ്. പുറത്തുനിന്നാണ് തേടുന്നത്, ശരിക്കും ഒരു ഉള്ളിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പക്ഷെ ഇതാണ് രണ്ടുപേരുടെ എനർജി. ഇത് രണ്ടിലും കോമൺ ആയിട്ട് 4 ഉണ്ട്, സ്റ്റെബിലിറ്റി ഇല്ല. 3 4 ആണ് കേട്ടോ, 4 ആണ് കാണുന്നത്, 4 4 4. അവരുടെ മൈൻഡ് ബോഡി സോളൊന്നും മാച്ചല്ല എന്ന് ഉദ്ദേശിക്കുന്നത് അവർ തമ്മിലൊരു സിങ്ക് ഇല്ല. അവരെങ്ങനെയൊക്കെയോ ഫിറ്റായി വന്നു. മേ ബി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒരു 3D കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് വന്നതായിരിക്കും. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതുണ്ടെങ്കിൽ ലൈഫ് സൂപ്പറാണെന്ന് ചോദിച്ച് വന്നതായിരിക്കും. ഫിനാൻഷ്യൽ ഗെയിൻ കിട്ടിയിട്ടും അവർക്കൊരു സാറ്റിസ്ഫിക്കേഷൻ ഇല്ലാത്ത പോലെ, രണ്ടുപേരും സാറ്റിസ്ഫിക്കേഷൻ അല്ലാത്തൊരു എനർജിയാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടി. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി മെസ്സേജസ് എന്താണ് ഇവരുടെ കോമൺ ആയിട്ടുള്ള. രണ്ടുപേരും സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞു, ഇനി കോമൺ ആയിട്ട് ഇവരുടെ ഇടയിൽ എന്താണ് നടക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബിറ്റ്വീൻ ദം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, രണ്ടുപേരും ഇവർ ഫിനാൻഷ്യലി നല്ല രീതിയിൽ കിങ് എനർജിയിലേക്ക് ആവാൻ ആഗ്രഹിക്കും. കുറേ പൈസ ഉണ്ടാക്കുക എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇവർ തമ്മിലൊരു അടിപിടിയാണെന്ന്. നോക്കൂ, 5 of Swords. ഇവരുടെ ഇടയിൽ ചിലപ്പോൾ ഈഗോ നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഇവരുടെ ഇടയിൽ തന്നെ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻസ്. അവന് കുറച്ചും കൂടിയും എമൗണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് ഉണ്ട്, അപ്പോൾ എനിക്കും അതുകൂടെ വേണം. ഇവർ തമ്മിൽ ഈഗോ ക്ലാഷസ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തത്, ഒരു അപ്രീസിയേഷൻ ഇല്ലാതെ രണ്ടുപേരും അവരുടെ ഫൈറ്റ് ചെയ്യുന്ന നോക്കും. ഒരാൾ ഫൈറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ സോഴ്സ് കൈക്കലാക്കിയിട്ട് വിഷമല്ല, ഒരു പശ്ചാത്താപം പോലും ഇല്ല, ചിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അവനിൽ നിന്നുള്ള സാധനം കൈക്കലാക്കിയിട്ട് ഞാനാണ് അബണ്ടൻറ്റ്, ഈ കിങ്ങിലേക്ക് ആവാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. അൺഹെൽത്തി മാനറിലൊക്കെ അവരെങ്ങനെയൊക്കെയോ മണി ഉണ്ടാക്കുന്നു, മറ്റുള്ളവരെ തട്ടിപ്പറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മോഷ്ടിച്ചിട്ടായിരിക്കാം. ഇവർ തമ്മിൽ ഫുള്ള് നോക്കൂ അടിപിടിയാണ് കാണിക്കുന്നത് കേട്ടോ. ആൻഡ് ഹാങ്ഡ് മാൻ സ്റ്റക്കാണ്. ഇവർ രണ്ടുപേരും സെയിം എനർജി അല്ല, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എനർജി ബോണ്ട് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് എന്തായിട്ടുണ്ട്, ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്കായി, പോസായി. ഇവർക്ക് എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണിത് ഇങ്ങനെ, എന്തൊക്കെ ചെയ്താലും അവിടെയൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ, ആ ഒരു എനർജിയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ കാരണമാണ്, അല്ലെങ്കിൽ അവൻ പറയും നീ കാരണം. ഇങ്ങനെ ഒരു പാറലാണ് നടക്കുന്നത് അവിടെ, നോക്കൂ. അപ്പോൾ അതിൽ രണ്ടുപേരും വിഷമിക്കുന്നുണ്ട്. ഓവറോൾ എനർജിയാണ് പറയുന്നത്. രണ്ടുപേർക്കും ഭയങ്കരമായിട്ടുള്ള ആ ഒരു പെയിൻ. മേ ബി നിങ്ങളുടെ പാർട്ട്ണറെ പോലെ തന്നെ തേർഡ് പാർട്ടിക്കും വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, പക്ഷെ അതും ഇതിപ്പോൾ എങ്ങനെയൊക്കെ ബ്രേക്കപ്പ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്തേക്ക് വന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ രണ്ടുപേരും പഴയ കാര്യങ്ങളെ ഒന്നും കൂടി ഫോക്കസ് ചെയ്യുന്നു. അതായിരുന്നു ബെറ്റർ, ഇതല്ല, ഇത് വിചാരിച്ച പോലെയല്ല ലൈഫ് എന്നൊക്കെ അവർക്ക് മനസ്സിലാവുമ്പോൾ അവർക്ക് ഭയങ്കര രാത്രിയൊക്കെ ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരിക. ഞാൻ പറഞ്ഞല്ലോ, അവരൊരുമിച്ചാണെങ്കിൽ പോലും ഒരുമിച്ചല്ല, ഏകാന്തത രണ്ടുപേരും അനുഭവിക്കുന്നു. കാരണം അവർ തമ്മിൽ മാച്ചില്ല, എനർജീസ് തമ്മിൽ മാച്ചില്ലാത്തൊരു എനർജി തമ്മിലാണ്. ബിക്കോസ് കാർമിക്സ് ആണല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ട്വിൻ ഫ്ലെയിമും കാർമിക്കും തമ്മിൽ എങ്ങനെയായിരിക്കാം, അതൊരു മാച്ചിങ് ഉണ്ടാവില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കും, ലെസൺസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ലെസൺസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സും കൂടി എടുത്തിട്ട് നമുക്ക് എൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹാങ്ഡ് മാനൊക്കെയാണ്. ക്രൗൺ ചക്രമൊക്കെ ബ്ലോക്ക് ആകുക, മീൻസ് നമ്മുടെ തലയിൽ വരുന്ന എനർജിയൊക്കെ ഇല്ലേ, ക്രൗൺ, അതൊക്കെ ബ്ലോക്കായിട്ടൊക്കെ അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തത് ഇങ്ങനെ. നല്ലതാണ് കരുതി വന്നതാണ്, ഇതിപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയാണ്. അവർ തമ്മിൽ ഒരു ദിവസം പോലും ഒരു സെക്കൻഡ് പോലും സമാധാനത്തിൽ പോലും എപ്പോഴും ഫൈറ്റ് കണ്ടോ, അൺഹെൽത്തി കോമ്പറ്റീഷൻ, ഫൈറ്റ്, യുദ്ധഭൂമിയാണ് അങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല യുദ്ധഭൂമി എങ്ങനെയായിരിക്കും. നമുക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സും കൂടി എടുക്കാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ആയിട്ടുള്ള എനർജി. ഹിഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോഴും കുറേ കാര്യങ്ങൾ നിങ്ങളോട് റിവീൽ ചെയ്യാതെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ്, അവർ നാട്ടിലേക്ക് വരാൻ, അബ്രോഡൊക്കെ ആണെങ്കിൽ നാട്ടിലേക്ക് വരാനും നിങ്ങൾ വന്ന് കാണാൻ, ട്രാവലിംഗ് ആൻഡ് ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ. ലിവ് ഇൻ ദ മൊമെൻറ്റ്, ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കണം. പ്രസൻറ്റ് മൊമെൻറ്റ് അവർ കുറേ മിസ്സ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ പാസ്റ്റിലും ഇനി നാളെ എന്താവും ആലോചിച്ച് ഫ്യൂച്ചറിലും പോയി കിടന്നിട്ട് അവർക്ക് ഈ മൊമെൻറ്റ് നഷ്ടപ്പെടുന്നില്ല, നഷ്ടപ്പെട്ടു പോവുകയാണ്.
അവർക്ക് മടുത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആണ് ബാലൻസിങ് എനർജീസ്, അവർ എനർജി ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. കോൺഫ്ലിക്ട്സ് നോക്കൂ, 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അവർ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്, അവർ തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലും ചിലപ്പോൾ കുഞ്ഞി ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവിടെ അത്ര സുഖം. 2 പേരുടെ മുഖം നോക്കൂ കണ്ടോ, ഈഗോ അല്ലെങ്കിൽ ആ ഒരു ജലസി, ആ ഒരു വൈരാഗ്യം, ദേഷ്യത്തിലൊക്കെയാണ് ഇത്. കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫൈറ്റ്, തല്ലൂടുക, അവർ തമ്മിൽ എനർജി മാച്ച് അല്ലാതെ ആകുമ്പോൾ. അടുത്ത കാർഡ് ലോയാലിറ്റി, അവർ നിങ്ങളോട് ലോയലായിരുന്നില്ല എന്ന് അവരിപ്പോൾ ചിന്തിക്കുകയാണ്. ജെൻഡർ റോൾസ്, അവരവരുടെ റോൾസ് ചെയ്യണം. ഇപ്പോൾ അവർ മാരീഡ് ആണെങ്കിൽ അവർ മാരീഡ് ഹസ്ബൻഡ് എന്ന റോൾ അല്ലെങ്കിൽ വൈഫ് എന്ന റോള് ചെയ്യുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന റോൾസൊക്കെ വേഗം തന്നെ എൻഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അവിടെ അത്രയും കോൺഫ്ലിക്ട്സ് നടക്കുകയാണ്. മേ ബി ചിലവർക്കൊക്കെ കിഡ്സ് ഇൻവോൾവ് ആയിരിക്കാം, അവർക്ക് കുട്ടികളുണ്ടായിരിക്കാം, അതൊക്കെ ആയിരിക്കാം അവർ പിടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് ലാസ്റ്റ് കാർഡ് ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുഗദർ. പിന്നെ കുറച്ച് സൊസൈറ്റിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവർക്ക് പേടിയുണ്ട്. എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് കുറവാണ്, എങ്ങനെ ആൾക്കാരെ നേരിടണം, എങ്ങനെ ആൾക്കാരെന്ത് വിചാരിക്കും, സൊസൈറ്റി എന്ന് വിചാരിക്കും, പാരൻസ് എന്ന് വിചാരിക്കും, എന്ത് പറഞ്ഞിട്ടാണ് ഇനി ഇതിലേക്ക് പിന്നെയും വരിക എന്നൊക്കെ അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് അവരുടെ മനസ്സിൽ. ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുഗെദർ കണ്ടോ, കടൽ അലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയും തിരമാലകളാണ് അവരുടെ മനസ്സിൽ. അതുകൊണ്ട് അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്, ഹെൽത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, കരിയർ എല്ലാത്തിനും ഭയങ്കരമായിട്ട് അവർക്കൊരു ഈസി ഗോയിങ് ഇല്ല, ഭയങ്കര അൺഈസി ആയിട്ട് പോകുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷൻ ഒരു കാർഡ് പെട്ടെന്ന് എടുക്കാൻ തോന്നിയതാണ്. ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷൻ, ചിലവർക്ക് ട്വിൻ ഫ്ലെയിം ആണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. പക്ഷേ എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇപ്പോൾ ഈ ഒരു കാർമിക് എൻഡൊക്കെ ആവുകയാണ്. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ്റേൺ റിട്രോഗ്രേഡ് കഴിഞ്ഞു, ഡയറക്റ്റിലേക്കൊക്കെ വരികയാണ്. മെർക്കൂറി റിട്രോഗ്രേഡ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, Jan 1 വരെയൊക്കെയാണ് അത് എൻഡ് ആവുന്നത്. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്, ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ കാണുന്ന പോലെയല്ല ഉള്ളിൽ നടക്കുന്നുണ്ടാവുക ഓരോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ അവർ അതിലേക്ക് പോവുകയാണ് ചെയ്യുക. നമ്മളിലേക്ക് എനർജി പുൾ ബാക്ക് ചെയ്ത് നമ്മളിലേക്ക് വരെ എത്ര പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട്, അതൊന്ന് പ്രാക്ടീസ് ചെയ്യും. ചിലവർ ഇപ്പോഴും തേർഡ് പാർട്ടി പോണേന്ന് നിങ്ങളുടെ കമൻറ്റൊക്കെ ചെയ്യുന്നത് കാണാം. അപ്പോൾ തേർഡ് പാർട്ടി ഉണ്ട്, അതാണ് പോണേന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിയുടെ എനർജി കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യുക. സോ എപ്പോഴും വേർഡ്സ്, തോട്ട്സ്, ബിലീഫ് ഒക്കെ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക, അത് വൈബ്രേഷനായിട്ട് വരും നിങ്ങളുടെ ലൈഫിലേക്ക്. ഓക്കെ, അപ്പോൾ ട്വിൻ ഫ്ലെയിം റെക്കഗ്നേഷൻ പറയുന്നത് ജെൻഡർ റോൾസ് ആണ്. കിഡ്സ് ഒക്കെ പറയുന്നുണ്ട്, ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ് പറയുന്നു. ഹിഡൻ ആണ്, കുറേ കാര്യങ്ങൾ ഹിഡൻ ആണ്, കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ അവർ എടുത്തു വയ്ക്കുന്നുണ്ട്, അതൊക്കെ റിവീലായി വരും കേട്ടോ. അപ്പോൾ അതാണ് തേർഡ് പാർട്ടി ആൻഡ് വിത്ത് പേഴ്സൺസ് എനർജി. നിങ്ങൾക്കത് റെസനേറ്റഡ് ആയി തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം, താഴെ താങ്ക് യു എന്നെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ മെസ്സേജ് ചെയ്യാം വാട്സപ്പിൽ. ഇന്ന് 2 സ്ലോട്ട്സ് ഉണ്ട്, ഓൾറെഡി 2 സ്ലോട്ട്സ് ബുക്ക്ഡ് ആണ്. അപ്പോൾ 2 സ്ലോട്ട്സും കൂടി ഉണ്ട്, ബുക്ക് ചെയ്തിട്ടു. ആൻഡ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ്, ഡിസ്റ്റൻറ്റ് ഹീലിംഗ് നല്ല രീതിയിൽ ചേഞ്ചസ് വരുന്ന സംഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ രീതിയിൽ കരിയറിലൊക്കെ ഒരു ഇതായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കുറേ ടെക്നിക്സ്, മണി ഇമ്പ്രൂവ് ചെയ്യണ കുറേ ടെക്നിക്സ് കൊടുക്കുന്നുണ്ട്. ഇന്നോ ചൈൽഡ് ഇഷ്യൂസ് ഹീൽ ചെയ്ത് തരുന്നുണ്ട്. ഞാൻ 1-to-1 സെഷനൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ സ്കാൻ ചെയ്ത് ഞാൻ വിളിച്ച് നിങ്ങൾക്ക് ഹീൽ ചെയ്ത് തരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കുറേ ടെക്നിക്സ് പഠിപ്പിക്കും, അതൊക്കെ ഫോളോ ചെയ്യാം. അതുപോലെ ടാരോ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്നുകൂടി തേർഡ് ഐ ഓപ്പൺ ആവാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു സോൾ പർപ്പസ് ടാരോ ആണെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, പഠിക്കാൻ ടീച്ചേഴ്സിനെ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ എനർജി വഴി ടാപ്പ് ആവാൻ പറ്റുന്നെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സോൾ പറയുന്ന അനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.